ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബിന്ദു വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ ഒരു ലെമൺ റൈസിൻ്റെ റെസിപ്പിയാണ്. വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, എന്നാൽ ചോറ് നമുക്ക് യാത്ര പോകുമ്പോഴൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു ലെമൺ റൈസിൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം അടപ്പേ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വന്നപ്പോൾ അതിനകത്തോട്ട് ഒരു കറുകപ്പട്ടയും ഒരു കഷ്ണം കറുകപ്പട്ടയും ഒരു 10-15 കുരുമുളകും കൂടെ ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളം തിളച്ച് വന്നപ്പോൾ അതിനകത്തോട്ട് ഒരു നാഴി അരി കൂടി കഴുകി ഇട്ടിട്ടുണ്ട്. അതൊന്ന് തിളച്ച് ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ചെറു തീയിലിട്ട് നമുക്കതൊന്ന് വേവിച്ച് എടുക്കാം. ഇപ്പം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വെന്തോ ഇല്ലയെന്ന് നോക്കാം. ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ അരി ആണ്. അപ്പോൾ ഇപ്പം തുറന്ന് നോക്കിയപ്പം ചോറ് ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്, 1/4 വേവായി. ഇനി നമുക്കിതൊന്ന് ഊറ്റി എടുക്കാം. ബാക്കി വേവ് ചൂടിലിരുന്ന് വെന്തോളും. അപ്പോൾ അത് അടച്ച് ഇടാം. അടച്ചിട്ട ശേഷം ഞാനാണെങ്കിൽ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു. അതിനകത്തോട്ട് 1 ടീസ്പൂണോളം കടുക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വന്നപ്പോൾ അതിനകത്തോട്ട് ഒരു 2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് പരിപ്പൊക്കെ അവരവർക്ക് ഇഷ്ടമുള്ള, നമുക്ക് ചോറിന് കടിക്കാനൊക്കെ ഇഷ്ടമുള്ളത് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മൂത്ത് ഇവിടെ വന്നപ്പോഴത്തേക്ക് അതിനകത്തോട്ട് ഞാൻ ഒരു 2 ടീസ്പൂണോളം പൊട്ടുകടല കൂടി ചേർത്ത് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ കടലപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതുകൂടെ ഒന്ന് മൂപ്പിച്ച് എടുക്കാം. കൂടെ തന്നെ കുറച്ച് കപ്പലണ്ടിയുടെ തൊലിയെല്ലാം കളഞ്ഞ്, ഞാനാണെങ്കിൽ നിലക്കടല എന്ന് പറയും, അത് കഴുകി വാരി എടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിനകത്തോട്ട് തട്ടിയിട്ട് കൊടുക്കാം. എന്നിട്ട് അതും ഒന്ന് മൂപ്പിച്ച് എടുക്കാം. അതൊന്ന് മൂത്തൊരുവിധം ആയപ്പോഴത്തേക്ക് അതിനകത്തോട്ട് ഒരു 2 വറ്റൽ മുളക് കൂടി നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം. അതും ഒന്ന് മൂപ്പിച്ച് എടുക്കാം. കൂടെ തന്നെ ഒരു ചെറു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് കരിയാപ്പിലയും കൂടെ, അതും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് മൂപ്പിച്ച് എടുക്കാം. ഈ ഇട്ട സാധനങ്ങളൊക്കെ ഒരുവിധം മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ ഒരു 2 പച്ചമുളക് കൂടി നമുക്ക് അരിഞ്ഞ് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അത് നെടുകെ പിളർന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം, അല്ലാതെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പം ഞാൻ ആ പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇനി മൂപ്പിച്ച് എടുക്കട്ടെ. അത് മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിനകത്ത് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. കൂടെ തന്നെ ഒരു ചെറു നാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഇത് തിളയ്ക്കണ്ട. ഇത്തിരി തിളച്ച് പോയി കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രസം വരും. അതുകൊണ്ട് ഇത് തോനെ തിളയ്ക്കണ്ട, തീ അങ്ങ് ഓഫ് ചെയ്തിരുന്നാൽ മതി. ഇനി ഇതിനകത്ത് കുറച്ച് ഉപ്പ് പൊടിയും കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ നാരങ്ങ നീരിന് ആവശ്യമായ. അപ്പം ഞാനൊരു 1/4 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നു. 1 ടീസ്പൂണോളം ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇവിടെ മധുരം കുറവ് മതിയായതുകൊണ്ട് ഞാൻ ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. നമ്മൾ ചോറിന് ഉപ്പിട്ടാണ് വേവിച്ചേക്കുന്നത്. പിന്നെ ഈ നാരങ്ങ നീരിന് വേണ്ടിയിട്ട് ഉള്ള ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അതുകൂടെ ചേർത്ത് കൊടുത്ത് ചുവനെ ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. കൂട്ടുകാർക്ക് വേണമെങ്കിൽ കായപ്പൊടി വേണമെങ്കിൽ ഇച്ചിരി ചേർത്ത് കൊടുക്കാം, ഒരു ടേസ്റ്റിന്. പിന്നെ ഞാൻ ആണെങ്കിൽ ഇരുന്ന ചോറ് കൂടി ഇതിൻ്റെ കൂടെ തട്ടിയിട്ട് കൊടുക്കുകയാണ്.
എന്നിട്ട് ചൊവ്വനെ ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. കായപ്പൊടി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വേണമെങ്കിൽ ചേർത്താൽ മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇവിടെ കായപ്പൊടി ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കായപ്പൊടി ചേർത്തില്ല കൂട്ടുകാരെ. കൂട്ടുകാരുണ്ടാക്കുമ്പോൾ വേണമെങ്കിൽ കായപ്പൊടി കൂടി സ്വല്പം ചേർത്താൽ നല്ലതാണ്. അപ്പോൾ ഞാൻ ആ ചോറെല്ലാം ചൊവ്വനെ ഇളക്കി യോജിപ്പിച്ച് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിലൊരു ബെല്ല് വരും, ബെല്ലിലൊന്ന് ടച്ച് ചെയ്യുമ്പോൾ താഴെ ആളെന്ന ഓപ്ഷൻ വരും, അതിലൂടെ ഒന്ന് ടച്ച് ചെയ്യണേ കൂട്ടുകാരെ. അപ്പം ഞാനിടുന്ന വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു ലെമൺ റൈസാണ്. നമുക്ക് യാത്ര പോകുമ്പോഴോ ഉച്ചയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനൊക്കെ നല്ല ഒരു റൈസാണ് ഇത്. ഇതിൻ്റെ കൂടെ ഒരു സലാഡോ പപ്പടോ ഒക്കെ ചേർത്ത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റൈസാണ്. ഇപ്പം കൂട്ടുകാരിങ്ങനെ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഞാൻ കുറച്ച് കരിയാപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കുക. എൻ്റെ ഈ മല്ലിയില ഇല്ലായിരുന്നു, ഞാൻ കരിയാപ്പിലയാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് അതൊന്ന് അടച്ചു വെച്ച് നാരങ്ങ നീരൊക്കെ ആ ചോറിലൊന്ന് പിടിക്കാൻ വേണ്ടി കുറച്ച് സമയം അങ്ങനെ അടച്ചു വെച്ചേക്കാം. അത് കഴിഞ്ഞ് നമുക്കെടുത്ത് വിളമ്പി കഴിക്കാൻ ചൂടോടെ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ലെമൺ റൈസാണ്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ കൂട്ടുകാരെ.